ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു നാടൻ ബീഫ് കറി ഉണ്ടാക്കിയാലോ. ഞാനായിട്ട് എടുത്തേക്കുന്നത് 1 കിലോ ബീഫ്, 3 സവാള, കുറച്ചധികം ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവയാണ്. ഇനി ഒരു കുക്കർ എടുക്കുക. കുക്കർ നല്ലതുപോലെ ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഗ്രാമ്പൂ, ഏലക്ക, പട്ട, തക്കോലം, പെരുംജീരകം, ഉലുവ എന്നിവ ഇട്ട് പൊട്ടിക്കുക. സ്പൈസസ് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാളയും ചെറിയുള്ളിയും ചേർത്ത് വഴറ്റുക. സവാളയും ചെറിയുള്ളിയും നല്ലതുപോലെ വഴന്ന് വരുന്നതിന് വേണ്ടി 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുക. ഒപ്പം തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടി ചേർക്കുക. ഇനി അടുത്തതായി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക. ശേഷം 2 തക്കാളിപ്പഴം കനം കുറച്ചരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പക്ഷേ എനിക്ക് എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി അടുത്തതായി സ്പൈസസ് ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ വഴറ്റുക. അതിനുശേഷം 1 ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടി, കുരുമുളക് പൊടി ഇവയെല്ലാം ചേർത്തതിന് ശേഷം ഏകദേശം 1 സെക്കൻഡ് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം നല്ലതുപോലെ മാറണം. അതിനുശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇറച്ചി ഇട്ടതിന് ശേഷം 1 സെക്കൻഡ് നല്ലതുപോലെ വഴറ്റണം. ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം തന്നെയില്ല. ബീഫ് ആയതുകൊണ്ട് ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതാണ്. ഇതിനൊപ്പം തന്നെ ബീഫ് വേകാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം. അതിനുശേഷം കുക്കർ നല്ലതുപോലെ അടച്ചതിന് ശേഷം 3 വിസിൽ കേൾപ്പിക്കുക. ശേഷം 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. വിസിൽ കേൾപ്പിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇപ്പോൾ ബീഫ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം കറി ഒന്നും കൂടി കുറുകാൻ വേണ്ടി ഒരു 5 മിനിറ്റ് തിളപ്പിക്കാവുന്നതാണ്. ഒപ്പം തന്നെ ഗരം മസാല ചേർക്കണം. കറിവേപ്പിലയും പച്ചമുളകും ചേർക്കുക. നല്ല ടേസ്റ്റിന് വേണ്ടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.